ഞാൻ ഒരു സ്വപ്നം കണ്ടതാ. നീ എന്താണ് ഇപ്പൊ വിളിച്ചോണ്ട് ചാടി എണീറ്റേ? അത് പിന്നെ നീ ഇങ്ങനെ വിളിച്ച് കൂവി കഴിഞ്ഞാ പിന്നെ എണീക്കൂലേ? ഞാൻ വിളിച്ചു കൂട്ടാണോ നീ ഇപ്പൊ ഞെട്ടിണീറ്റേ? അല്ല, ഞാനൊരു സ്വപ്നം കണ്ടടാ. നീ എന്ത് സ്വപ്നം കണ്ടേ? നീ എന്ത് സ്വപ്നം കണ്ടേ? നീ എന്ത് സ്വപ്നം കണ്ടേ ആദ്യം പറയടി. നീ എന്ത് സ്വപ്നം കണ്ടെന്ന് ആദ്യം പറ. ഒന്നും പറ കൊച്ചേ, നീ എന്ത് സ്വപ്നമാ കണ്ടേ? അജാദക്ക് പറ, എന്ത് സ്വപ്നം കണ്ടേ? സ്വപ്നം കണ്ടേ? ഞാൻ പറയത്തില്ല, നീ ശരി ഞാൻ തന്നെ പറയാം. അമ്മൂമ്മ കനാന്റെ വെട്ടി. ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാ. എടീ, നമ്മുടെ കനകാന്റി അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരണ്. അതൊക്കെ കയ്യിലൊരു കൊടുവാളും ഉണ്ട്. നേരെ നടന്നു വന്ന് അമ്മൂമ്മ കിടക്കുന്ന റൂമിലോട്ട് കേറി. അതൊക്കെ അമ്മൂമ്മയുടെ അടുത്തോട്ട് വന്ന് കൊടുവാളെടുത്ത് കഴുത്തു നോക്കി വെട്ടിപ്പിരുത്ത്. എന്തുവാ ഇതാണോ ഡൗട്ട്? നമ്മള് തേങ്ങ പൊതിക്കണ വാക്കത്തില്ലേ, അതല്ലേ? ഈടയ്ക്ക് മറ്റേ ആയി കൊണ്ടുവന്ന് വെച്ച അതുകൊണ്ടല്ലേ വെട്ടി? അതെ. അല്ല, അത് എനക്കെങ്ങനെ അറിയാം? ഞാൻ എന്റെ സ്വപ്നത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. അതെ, ഞാൻ സത്യം പറഞ്ഞ വിശ്വസിക്കോ? എന്ത് പറ്റി? വെട്ടി നീ എടുത്തോടെ ഒളിപ്പിച്ചു വെച്ചാ എന്തേ? കാര്യം പറ. നീ ഇപ്പൊ കണ്ട അതേ സ്വപ്നം കണ്ടിട്ട് ഞാനും ഞെട്ടിണീച്ചേ. നീ ഇപ്പൊ കനകാന്റെ അമ്മൂമ്മ വെട്ടിക്കൊന്ന് സ്വപ്നം കണ്ടില്ലേ? സ്വപ്നം കണ്ടിട്ടോടെ ഞാനും ഞെട്ടിണീച്ചേ. നിനക്ക് കിളി പോയാടി? ഞാൻ കണ്ട സ്വപ്നം എന്താ? ഞാൻ കണ്ട സ്വപ്നവും സീരിയസായിട്ട് പറയോ? സത്യമായിട്ടും നീ കണ്ട അതേ സ്വപ്നം കണ്ടിട്ട് ഞാൻ ഞെട്ടിണീച്ചേ. ഒരു മാറ്റവും ഇല്ലേ? ഒരു മാറ്റവും ഇല്ല. ആന്റി കിച്ചണിൽ നിന്ന് വരുന്നു, കയ്യിൽ വാക്കത്തി ഉണ്ട്, പതുക്കെ അമ്മയുടെ റൂമിലോട്ട് കയറുന്നു. അമ്മ അവിടെ കിടക്കുവാണ്, വാക്കൊരു വെട്ടത്. രണ്ടുപേര് ഒരേ സമയം ഒരേ സ്വപ്നം ഒരുപോലെ കാണുക. ഇതെങ്ങാണ് ഇനി ചിലപ്പോ സംഭവിച്ചാലോ? സംഭവിക്കില്ല. ഇല്ല, സംഭവിക്കൂല. എന്താടാ എന്തിനാ ഇത്ര നേരത്തെ എണീറ്റേ? ഭയങ്കര രസമായിരുന്നു സത്യം പറഞ്ഞ നിങ്ങൾ കിടന്ന് ഉറങ്ങണ കാണാൻ. എന്തിനാണ് ഇത്ര പെട്ടെന്നൊക്കെ വലുതായത്? പണ്ടത്തെ പോലെ പീക്കിരികൾ ഞായ പോലെ ആയിരുന്ന? വാ കഴിക്കണ്ടേ, ഉച്ചയായി. എന്താ കഥകൾ കളിക്കണത് രണ്ടു കൂടെ? എന്താടാ? നമ്മളൊരു സ്വപ്നം കണ്ടാലേ രണ്ടുപേരും ഒരുമിച്ച് കണ്ട ഒരേ സ്വപ്നം ഒരേപോലെ, ഒരു ഡിഫറൻസും ഇല്ല. ബലിക്കോ? സാധ്യത ഉണ്ടോ? അതിപ്പോ ഭാഗ്യം പോലെ ഇരിക്കും. ഭാഗ്യം ഉണ്ടെങ്കിൽ നടക്കും. ഡാർക്ക് സ്വപ്നമാണോ? കുറച്ചധികം. എണീറ്റ രണ്ടാളും ഉച്ചക്ക് കിടന്നുറങ്ങരുതെന്ന് എത്ര പറഞ്ഞാലും കേക്കത്തില്ല. അമ്മമ്മേ, ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ഒരേ സമയം രണ്ടുപേരും ഒരേ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് ഫലിക്കുവോ? ശിവയും കേശുവായിരിക്കും കണ്ടത്. സയാമി സിരട്ടകൾ കണ്ടാ ഫലിക്കുമെന്നാ പറയുന്നത്. അല്ല അല്ല, നിങ്ങളുടെ നടപ്പ് കണ്ടാ സയാമി സിരട്ടകളെ പോലെ ആണല്ലോ. ഭാഗ്യം ഉണ്ടെങ്കിൽ നടക്കും. നടക്കട്ടെ. വേണ്ട, വന്നാ വല്ലതും കഴിക്കാം. എന്താ സ്വപ്നം കണ്ടേ? പറ. അമ്മൂമ്മയെ കനാന്റെ വെട്ടിക്കൊല്ലുന്നു. രണ്ടുപേരും എക്സാക്ട് സെയിം സ്വപ്നം കണ്ട് മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ ഉണ്ടായിരുന്നു. ഒരു ചേഞ്ചും ഇല്ല. കനകം, നീ എന്റെ സാരി എടുത്ത് കഴിയായിരുന്നോ? എന്റെ സാരി എടുത്ത് കഴിയോന്ന്? ஆமா. ആരോട് ചോദിച്ചിട്ട്? என்னம்மா இது? யார்கிட்ட கேட்கணும்? அது வாஷ் பண்ண வச்சது தானே? അതൊക്കെ അതെ.
എന്നോട് ചോദിക്കാതെ മേലാൽ എന്റെ സാരി എടുത്ത് കഴിയേക്കരുത്. എന്നമ്മാ ഇത്? എന്ത് ജോലി ഉണ്ടെങ്കിലും ഒറ്റയ്ക്ക് ചെയ്തോണം. ഇവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ. ഇങ്ങനെയാണെങ്കിലേ നിന്നെ ഞാൻ മധുരയ്ക്ക് പറഞ്ഞു വിടും. ഞാൻ പോമാട്ടേനെ. നിന്നെ പറഞ്ഞു വിടാനേ എനിക്ക് ആരുടെ അനുവാദം വേണ്ട. കത്തിങ്ങന്നേ. മുടിയാത്. ഇനി ഇവിടെ ഒരു ജോലിയും ചെയ്യണ്ട. കത്തി ഇങ്ങനെ നന്നായി വേണ്ട, എല്ലാം നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാൻ നോക്കുമ്പോളേ ഈ കനകന്റെ നീ വെട്ടുകത്തിയായിട്ട് നിക്കണ്. അമ്മുമ്മ കടന്ന് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ്. ശിവ, ഈ വെട്ടുകത്തി തന്നെയല്ലേ നോക്കി? ഈ വെട്ടുകത്തി തന്നെയാ. ഏത് തന്നെയാന്ന് എന്തുവാ നിങ്ങൾ പറയുന്നേ? അത് പോട്ട്, നിങ്ങൾ അവരൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ, നല്ല സ്നേഹമായിരുന്നല്ലോ, ഇപ്പൊ എന്താ പറ്റിയേ? എന്നോട് ചോദിക്കാതെ എന്റെ സാരി എടുത്ത് എന്തിനാ കഴിക്കുന്നത്? பாரு சிவா, துவைக்க வச்ச சாரி எடுத்து நான் வாஷ் பண்ணிட்டதா பெரிய விஷயமா சொல்றாங்க. പെரிய വിഷയം തന്നെ. എന്റെ അമ്മമ്മ കഴുകാനിട്ട സാരിയല്ലേ കഴുകിയത്, പിന്നെന്താ അമ്മമ്മയുടെ പ്രശ്നം? എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. കഴുകാനിട്ട് സാരി കഴുകിയതിന് വഴക്കുണ്ടാക്കുന്ന ആളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഓ, ഞാൻ മാത്രമേ ഇവിടെ വഴക്കുണ്ടാക്കത്തുള്ളൂ. ഇനി ഇവിടെ ഒരു പണിയും ചെയ്തേക്കരുത്. പറഞ്ഞു കേട്ടല്ലോ. முடியாது, நான் செய்வேம்மா. നീ ചെയ്യോ? വേണ്ടേ, ഇവിടെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ രണ്ടാളും തമ്മിൽ തല്ലുണ്ടാവാൻ പാടില്ല, പ്രത്യേകിച്ച് കത്തി ഒന്നും എടുത്തോണ്ട്. നിങ്ങക്കൊക്കെ എന്താ പ്രശ്നം? തലയ്ക്ക് ഓളം വെട്ടാം. ചേച്ചി അത് കണ്ടില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ അത് കണ്ടുള്ളൂ. ചേച്ചി അത് കണ്ടായിരുന്നെങ്കിൽ ഇത് പറയില്ല. നിങ്ങൾ എന്ത് കണ്ടെന്നാ ഈ പറയുന്നേ? ഞങ്ങള് ഈ ഒരു സിനിമ കണ്ടായിരുന്നു പറഞ്ഞ മുമ്പ്, ഒരു ഇംഗ്ലീഷ് പടം. സംഭവം എന്തെന്ന് വെച്ചാലേ, അങ്ങ് ഫ്രാൻസിലുള്ളൊരു അമ്മ, ആ അമ്മയുടെ അടുത്തോട്ട് മധുരയിൽ നിന്നൊരു ആന്റി വന്നു, മാഞ്ചസ്റ്ററിൽ നിന്നൊരു ആന്റി വന്നു, ഒരു ലേഡി. പിന്നെ അവര് അമ്മയും മോളുമായിട്ടാണ് താമസിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം എന്തോ ഒരു ചെറിയ പ്രശ്നത്തിന് ആ അമ്മ കിടന്നുറങ്ങണ സമയത്ത് ഏകദേശം ഇതേപോലത്തെ ഒരു വെട്ടുകത്തിയും കൊണ്ട് മോള് വന്ന് കഴുത്തിനിട്ട് ഒറ്റ. അല്ല, അതിപ്പോ ഇവിടെ പറയേണ്ട കാര്യം എന്തുവാ? ഞാൻ അറിയാവുന്ന ഒരു അറിവ് പങ്കുവച്ചതേ ഉള്ളൂ. എന്താ പങ്കുവച്ചാലും കനകം, ഇന്നിനി ഇവിടെ ഒരു പണിയും ചെയ്തു പോയേക്കരുത്. എന്റെ തുണി എങ്ങാനും എടുത്തിട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, ഞാൻ മുറ്റത്ത് കിടക്കുന്ന തുണി ഇനി പറക്കൊണ്ട് വരട്ടെ. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമോ? ഞാനേ അകത്തിരുന്നൊരു ആർട്ടിക്കിൾ വായിക്കുമായിരുന്നു. എന്ന് കേട്ടേ. അസാധാരണമായൊരു സ്വപ്നം കണ്ടുകൊണ്ടാണ് ജിൻ എന്ന ചിത്രകാരൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റത്. താൻ ഓടിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെടുന്നതായാണ് സ്വപ്നം കണ്ടത്. ഭീകര സ്വപ്നം. വെറും ഒരു സ്വപ്നം മാത്രമാണെന്ന് വിശ്വസിക്കാനായിട്ട് ജിന്നിനായില്ല. കണ്ട സ്വപ്നത്തിന്റെ ഭീതിയിൽ അപകട സ്ഥലത്ത് എത്തിച്ചേർന്ന ജിൻ അവിടെ കണ്ട കാഴ്ചകൾ വിശ്വസിക്കാനായില്ല. കേൾക്കുന്നുണ്ടോ? നില്ല് പറയട്ടെ. താൻ തന്റെ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ തന്റെ തൊട്ടു മുന്നിൽ യാഥാർത്ഥ്യമായി തീർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ കണ്ട സ്വപ്നം എങ്ങനെ യാഥാർത്ഥ്യമായി പരിണമിച്ചു എന്ന് ജിന്നിന് ഒരു വിധത്തിലും പിടികിട്ടിയില്ലെന്ന്. നോക്ക് നീ, കണ്ടത് എന്റെ കിളിവാറിപ്പോയി. പുള്ളി സ്വപ്നത്തിൽ കണ്ടതാരം അതേപോലെ നടന്നടാ. മക്കളെ ശിവ, നീ ഇത് മൊത്തം വായിച്ചില്ലായിരുന്നു? ഇല്ലടാ, അത് യാഥാർത്ഥ്യം അറിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ടെൻഷൻ അടിച്ചങ്ങ് വന്നു. ബാക്കിയുള്ളവ ഇവിടെ നിന്ന നിപ്പിന് ചത്ത് ഞാൻ. എന്താ പറ്റിയേ? വായിച്ചു നോക്ക്. കിം കി ഡ്യൂക്കിന്റെ ഡ്രീം എന്ന് പറഞ്ഞ പടത്തിന്റെ കഥ ആണത്. സാധനം കൊണ്ട് എന്റെ അടുത്ത് വരല് ഒരു നിമിഷം കൊണ്ട് പേടിച്ചില്ലാണ്ടായി പോയി. ഒന്നും നിനക്ക് പേടിയില്ല? ഇല്ലെങ്കിൽ പേടിയുണ്ടീ. ഞാനെന്താ ഇവിടെ അടിച്ചു അടിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയ്യോ നാക്ക്.
അല്ല ഏ, ഇത് മാത്രമല്ല, ഞാൻ വേറെ ആർട്ടിക്കിളോട് ഞാനും കുറെ വായിച്ചിട്ടുണ്ട് ഇതിനകത്ത്. കേക്ക് നീ ഇതങ്ങനല്ല. അതായത് 2ാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് ഒരു പാവം പട്ടാളക്കാരൻ യുദ്ധഭൂമിയിൽ ഒറ്റയ്ക്കായി പോയി. ആളുടെ ദേഹത്തൊക്കെ ഫുള്ള് പരിക്ക് വെച്ചേക്കുക. എണീറ്റ് നടക്കാൻ പോലും ആൾക്ക് പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. പക്ഷെ പുള്ളി അടുപ്പിച്ച് 2 ദിവസം ഓരോ സ്വപ്നം കണ്ടിടാ. അതായത് രാത്രി ഹിറ്റ്ലറിന്റെ പട വരുന്നു, ഇയാള് പേടിച്ചെണീറ്റ് ഓടാൻ നോക്കുന്നു, പറ്റുന്നില്ല. അങ്ങനെ ഒരു കുഴിയിൽ വീഴുന്നു, രക്ഷപ്പെടുന്നു. 2 ദിവസം സെയിം സ്വപ്നം. 3ാമത്തെ ദിവസം സ്വപ്നം നടന്നു. ഹിറ്റ്ലറിന്റെ പട വന്നു, ഇയാൾ എനിക്ക് ഓടാൻ നോക്കി, തീരെ പറ്റിയില്ല, ഇയാളൊരു കുഴിയിൽ വീണു, രക്ഷപ്പെട്ടു. അപ്പൊ എന്താ അതിനർത്ഥം? ചില സ്വപ്നങ്ങള് ഇങ്ങനെ അടുപ്പിച്ച് 2 ദിവസം കണ്ടു കഴിഞ്ഞാലൊക്കെ നടക്കും. അപ്പൊ നീ പറഞ്ഞു പറഞ്ഞത് അങ്ങേരുടെ സ്വപ്നം ഫലിച്ചു. അപ്പൊ പല സ്വപ്നങ്ങളും ഫലിക്കില്ലേ? ഫലിക്കാൻ ചാൻസ് ഇല്ലേ? അതെ, നിങ്ങൾ ഈ സ്വപ്നം ഇതുവരെ വിട്ടില്ലേ? എങ്ങനെ വിടാൻ പറ്റും ചേച്ചി? എങ്ങനെ വിടാൻ പറ്റും ചേച്ചി? ഒന്ന് പറ. 2 പേര് ഒരേ സ്വപ്നം. ഞാൻ കുറെ സ്വപ്നം കണ്ടിട്ടുണ്ട്, പക്ഷെ 2 പേര് ഒരേ സ്വപ്നം ഒരു ഇമേജ് പോലും വിടാതെ ഒരേപോലെ കണ്ടിട്ടില്ലെന്നേ വരെ ആദ്യമായിട്ട. അത് മാത്രമല്ല, ഇതിപ്പോ നേരത്തെ അടുക്കളയിൽ വഴക്കുണ്ടായില്ലേ, അപ്പോ കനകാന്റി ഒരു കത്തിയും പിടിച്ചോണ്ട് നിന്നില്ലേ? ആ സെയിം കത്തി കൊണ്ടാണ് കനകാന്റി അമ്മൂമ്മ വെട്ടിക്കൊല്ലുന്നതായിട്ട് നിങ്ങൾ 2 ആളും ഒരേപോലെ ഒരേ സമയത്ത് സ്വപ്നം കണ്ടത്. അതെങ്ങനെ നടക്കും? നിങ്ങള് പറഞ്ഞു എന്നെയും കൂടെ പേടിപ്പിക്കൂ. പിന്നെ അല്ലാണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയും ദിവസം ഒരു കുഴപ്പമില്ലാത്ത അമ്മൂമ്മയും കനകാന്റിയും ഇന്ന് രാവിലെ ഒരു കാര്യമില്ലാണ്ട് തല്ലുണ്ടാക്കുന്നത്. എന്തുകൊണ്ട്? എന്തിന്? വെട്ടും, ഇത് ഉറപ്പായിട്ടും വെട്ടും. നിങ്ങൾ എന്തീ പറയുന്നേ? അമ്മൂമ്മ വെട്ടുവന്നാ? എന്ത് വെച്ചത്? അത് അവരെന്തോ സ്വപ്നം കണ്ടതാ. മോള് ഒന്നും കാര്യമായിട്ട് എടുക്കണ്ട കേട്ടാ. സ്വപ്നായിരുന്നു. ചേച്ചി പറ. ഇനി ഈ വീട്ടിൽ നടക്കാൻ പോകുന്ന ഓരോ സംഭവങ്ങൾക്കും ഒരു വ്യക്തമായ കാരണം. ചെറുക്ക, മനുഷ്യരെ പേടിപ്പിക്കരുത് കേട്ടാ. പേടിച്ചേ പറ്റുള്ളൂ ചേച്ചി. ചേച്ചി നോക്കിക്കോ, ഇനി ഈ വീട്ടിൽ അമ്മൂമ്മയും കനകാന്റിയും തമ്മി ചന്നം പിന്നടിയായി. പിള്ളാരെ, കനകത്തിന് ഇവിടെ കാണാൻ കണ്ടായിരുന്നോ? കനകാന്റി കടയിൽ പോയി. കടയിൽ പോയോ? എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. അത് കൊറേ നേരമായി പോയിട്ട്. അമ്മൂമ്മ അപ്പോ ഫോൺ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. കനകം, വന്നല്ല അമ്മൂമ്മയുടെ തീർന്നില്ലേ? നീ കടയിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോ ഞാൻ നിന്നോട് എന്തുവായിരുന്നു പറഞ്ഞേ? കേസുവ വിടലാന്ന് சொன்னீங்க. ആണല്ലോ, പിന്നെ നീ എന്തിനാ പോയത്? അത് എന്നോട് പറയാതെ. ശരിയാവത്തില്ല. കനകാന്റി വന്നില്ലേ? വന്നെന്ന് പറഞ്ഞില്ലേ? സാധനമൊക്കെ മേടിച്ചിട്ടില്ലേ? പ്രശ്നം കഴിഞ്ഞില്ലേ? വേണ്ട കേസു, அவங்க சொல்லட்டும். அதான் நல்லது. കൊണ്ടുപോടി കനകാന്റിയെ, കൊണ്ടുപോടി. சொல்லட்டும் சிவா. ഞാൻ പറയുന്ന ഒരു കാര്യം കേൾക്കത്തില്ല, പിന്നെ നീ എന്തിനാ എന്നോട് തർക്കിക്കാൻ വരുന്നേ? ஆமா சொல்லுங்கம்மா. ആരും சொல்லல, ഞാൻ சொல்லു. വിളിച്ചോണ്ട് പോടി. അമ്മൂമ്മ വാ. എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. പുറത്തോട്ട് പോ, കാറ്റ് കൊണ്ടുപോ. എന്തിനാ പുറത്തോട്ട് പോന്നേ? പുറത്ത് മാങ്ങയുണ്ട്, ചെല്ല്. நான் சொல்லலடா. തേങ്ങ. ആന്റി ബാ, നമുക്ക് അടുക്കളയിൽ പോയിട്ട് വല്ല സാമ്പാർ സാധോ ചക്കരപ്പൊങ്കോ എന്തെങ്കിലും വെക്കാം. சிவா, കുഴപ്പമില്ല, എനിക്ക് മനസ്സിലായി. പോട്ടെ ബാ ബാ ബാ. കേറ്. ഞാൻ പറഞ്ഞ കണ്ടായത് നമ്മള് പോലും അറിയാതെ അടിയാവണമെന്ന് കണ്ടാ 2 പേരും തമ്മി. നീ പറയുന്ന നീ കണ്ട സ്വപ്നമൊക്കെ വലിക്കുന്നാണോ? ഇന്നേ വരെ ഞാൻ കണ്ട ഒരു സ്വപ്നവും വലിച്ചിട്ടില്ല. അപ്പൊ ഇതും വലിക്കാൻ പോകുന്നില്ല. പക്ഷേ നിന്റെ കാര്യത്തിൽ എനിക്ക് എന്തോ പേടിയുണ്ട് ചേച്ചി. നടക്ക്. തള്ളല്ലേ. വീട് തള്ളുന്നില്ല, നടക്ക് ബാ. ഞാനേ അപ്പൂപ്പനെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കട്ടെ. എന്തിന്? ഞാൻ അവിടെ ചെല്ലുമ്പോ അപ്പൂപ്പൻ അവിടെ ഉണ്ടോന്നൊക്കെ ഒന്ന് അറിയണ്ടായോ? എല്ലാ കാര്യങ്ങളും ഒന്ന് ചോദിക്കണ്ടായോ എനിക്ക്? എന്ത് കാര്യത്തിനാണോ പറയേണ്ട കാര്യം? അപ്പൂപ്പാടോടെ കാണും, ചെല്ല്. അല്ല, അമ്മമ്മക്ക് ഞങ്ങൾ അത്രയും വിശ്വാസം ഇല്ലേ? ഇല്ലേ? അയ്യോ, വിശ്വാസം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല കൊച്ചേ. പിന്നെ എന്നാലും ഒന്ന് വിളിച്ച് ചോദിക്കും.
ഇപ്പം വേറെ എവിടെ പോവാൻ? ആ വീട്ടിൽ തന്നെ കാണും. നടക്ക് ചക്കര അമ്മൂമ്മ നടക്ക്. എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞാലേ മനസമാധാനം കിട്ടത്തുള്ളൂ. അമ്മൂമ്മ ഇവിടുന്ന് ഇറങ്ങി പോയാലേ ഞങ്ങൾക്കൊരു മനസ്സമാധാനം കിട്ടുള്ളൂ. അല്ല അല്ല അമ്മൂമ്മ അങ്ങനെയല്ല. അമ്മൂമ്മ അവിടെ ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അമ്മൂമ്മയ്ക്ക് മനസ്സമാധാനമായി ഞങ്ങൾ അറിഞ്ഞാലേ ഞങ്ങൾക്ക് മനസ്സമാധാനം ആവുള്ളൂ. അപ്പൊ അമ്മൂമ്മ ഇപ്പൊ ഇറങ്ങണ്ടേ? നല്ല ഞങ്ങൾക്ക് മനസ്സമാധാനം ആവത്തുള്ളൂ. ഇറങ്ങി 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 പിള്ളേര് പറഞ്ഞു പോവാൻ പറഞ്ഞു അങ്ങോട്ട്. പടവലത്ത് വീടിന്റെ മൂലയ്ക്ക് മാവ് വീണു. പടവലത്തെ മാവിന്റെ മൂലയ്ക്ക് എന്തെന്ന്? പടവലത്തെ വീടിന്റെ മൂലയ്ക്ക് മാവ് വീണ് വീട് പൊളിഞ്ഞ്. ദൈവമേ, വീട് പൊളിഞ്ഞോ? വീട് മൊത്തം പോയാ? മൊത്തം പോയില്ലടി. ഒരു മൂലയ്ക്ക് ഒരു മാവ് വീണെന്നും പറഞ്ഞോട്ട് എന്തോ സംഭവിക്കാനാ? പക്ഷെ വീടിന്റെ മതില് പൊളിഞ്ഞു. അത് ചേച്ചി ഇന്നലെ പെയ്ത ഘോര കാറ്റിലും മഴയിലും ചുഴലിക്കാറ്റിലും എല്ലാം കൂടെ മാവ് മറിഞ്ഞു വീണു. അമ്മൂമ്മ വീട്ടിൽ പോയി നോക്കിട്ട് മാവ് വീണോ ഇല്ലയോന്ന്. ഇന്നലെ രാത്രി പെയ്ത മഴയിലല്ലേ? ഇന്നലെ രാത്രി പെയ്ത മഴയില്. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്തു, കനകത്തിനെ ഒന്ന് വിളിച്ചു ചോദിച്ചിട്ട് പറഞ്ഞിട്ട് ഇല്ല, ഇവിടെ ഇല്ല. എവിടെ പോയി? കനാന്റെ അപ്പുറത്തെ പറമ്പിൽ ആട് തുളച്ചി പറിക്കാൻ പോയി. തുളച്ച് പറിക്കും. എനിക്ക് പനിക്കോളുണ്ട്. വാ നടക്ക് നടക്ക്. എന്തായാലും അമ്മൂമ്മ ഒന്ന് പോയിട്ട് വാ, ഇവരുടെ മനസമാധാനത്തിന് വേണ്ടിട്ടല്ലേ. അതെ, പോയിട്ട് വാ അമ്മൂമ്മ. പോയിട്ട് വരാം. അല്ലാണ്ട് വണ്ടിയൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്യോ? വേഗം ഇറങ്ങിക്കേ. വണ്ടിയോ? പിന്നെ അല്ലാണ്ട് ഈ ബസ്സൊക്കെ പിടിച്ച് എപ്പ എത്താനാണ് അവിടെ? അപ്പോഴത്തേക്ക് അടുത്ത മാവും കൂടെ വീട്. നടക്ക്. കാശാര് കൊടുക്കും? എന്തൊരു അമ്മൂമ്മ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വെറുതെ എച്ചി കണക്ക് പറയല്ലേ? അമ്മൂമ്മ വാരി കൊണ്ട് വീശ്. டேய் கேசு சிவா அங்க ஒண்ணும் இல்லடா. എന്തില്ലാന്ന്? அம்மா கேசு சிவாவும் சொன்னாங்க அங்க பரம்பில ஒரு பெரிய பாம்பு ஆட்டை விழுங்கிட்டு நிக்கறாங்கன்னு. அது நான் பார்க்க போனேன் அம்மா. മോന്റെ ബുദ്ധി വിമാനം തന്നെ. டேய் நீ எங்க போற? ഞാനോ? ഞാൻ എവിടെയും പോണില്ല. അമ്മൂമ്മ പോക പോരെ? அம்மையா எங்க போறீங்க? ഞാൻ പടവലത്ത്. அம்மா என்னம்மா எங்கிட்ட ஒண்ணுமே சொல்லாம போறீங்க? അയ്യോ എന്റെ കനകം, ഈ പിള്ളേര് സമ്മതിക്കണ്ടായോ? പിള്ളേര് പറഞ്ഞോളാമെന്ന് പറഞ്ഞു. அம்மா எனக்கு தெரியும், காலையில நீங்க எங்கிட்ட சண்டை போட்டதுனால தானே போறீங்க. எனக்கு தெரியும். ഈ കൊച്ചിത് എന്തൊക്കെയായി പറയുന്നേ? நீங்க ஒண்ணும் சொல்ல வேண்டாம். எனக்கு தெரியும் தெரியும் தெரியும், அவ்வளவுதான். അവളെന്താ അങ്ങനെ പോയേ? എങ്ങനെങ്കിലും പോട്ടെ അമ്മൂമ്മ. ഒന്ന് നടക്ക്. അമ്മൂമ്മ പോയാ പറ്റും. അയ്യോ, എന്തോന്നാ പിള്ളേരെ ഇത്? എന്തിനാ പേടിപ്പിക്കുന്നേ? அம்மா போலாமா? ഇങ്ങോട്ട് പടവലത്തില്. അതാ നല്ലത്, രണ്ടുപേരും ഒരുമിച്ച് നോക്കും. എന്തിന്? അത് തന്നെ, എനിക്കൊരു കൂട്ടും ആവുമല്ലോ അന്നേരം. ഞാൻ സമ്മതിക്കൂല. ഞാൻ ജീവനോണ്ടിരിക്കുമ്പോ ഞാൻ സമ്മതിക്കൂല. നിങ്ങള് അങ്ങനെ പോണ്ട. പോണെങ്കി അമ്മൂമ്മ പിടി. ചെല് ചെല് ചെല്, ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. അമ്മൂമ്മ ഒറ്റയ്ക്ക് പോയാ മതി. ഇറങ്ങി ഇറങ്ങ്. കനകാന്റെ ഇവിടെ അല്ലേ? പോ. ഒന്ന് നിർത്തോ? വണ്ടി എവിടെ നിൽക്കണേ? പുറത്ത്. നല്ല കാര്യം. വിട്. രണ്ടുപേരും പടവലത്തോട്ട് നോക്കും. ചെല്ല് പോ, പിന്നെ നോക്കിക്കൊണ്ട് നിൽക്കണമെന്നിര്. ചെല്ല്. ബൈ. ബൈ. എന്ത് ചേച്ചിക്ക്? പരിപാടി വെച്ച് കാണിച്ചേ. എടാ അവര് പോയിട്ട് വരട്ടെടാ. അവര് പോയാ പിന്നെ രണ്ടുപേരും കൂടെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ കേശുവേ, വരാനുള്ളതൊന്നും വഴി തങ്ങൂല. നൈസായിട്ട് ആന്റീനെ ഇവിടുന്ന് ആ പറമ്പിലേക്ക് പറഞ്ഞു വിട്ടല്ലേ ആടിനെ കാണാൻ വേണ്ടി. എന്നിട്ട് ആ ഗ്യാപ്പിൽ അമ്മൂമ്മേനെ ഇവിടുന്ന് പറഞ്ഞു വിടണം. എന്നിട്ട് എന്ത് സംഭവിച്ച്? അമ്മൂമ്മ ഇറങ്ങാറായപ്പോ കറക്റ്റായിട്ട് ആന്റി വന്ന് കേറി. അതാ പറഞ്ഞത്. ഇനിയിപ്പോ കനകാന്റിയുടെ വെട്ട് കൊണ്ടാണ് അമ്മൂമ്മയുടെ മരണമെങ്കിൽ അത് അങ്ങനെ അങ്ങ് സംഭവിക്കട്ടെ. അതിനെ തടക്കാൻ നമുക്ക് പറ്റൂലല്ലോ. എന്ത് ചേച്ചിക്ക്? കേശോട്ടാ, ഞാൻ ഇന്നലെ പേടിപ്പിക്കുന്ന ഒരു സ്വപ്നം കണ്ട്. എന്താടാ? ഈ വീട് മൊത്തവും ഒരു ചോക്ലേറ്റ് ആയി മാറുന്നത്. എന്നിട്ട് ഒരു മൂലക്കിരുന്ന് ഞാൻ തിന്നത്. അത് നടക്കും കേട്ടാ. നടക്കാതിരുന്നാ മതിയായിരുന്നു. എവിടെ കിടന്ന് ഉറങ്ങും.
എന്താ എന്താ ഞാനൊരു സ്വപ്നം കണ്ടതാ. ഞാനും സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? നീ എന്താ കണ്ടേ? നീ ഒരു വെട്ടുകെട്ടിയായിട്ട് എന്നെ കൊല്ലാൻ പറഞ്ഞു. അത് അപ്പൊ നീ അതെന്നെ കണ്ടേ? ശിവ, നിങ്ങൾ എന്തിനാ ഒച്ചയെടുത്തേ? ഓ, വീണ്ടും കിടന്നുറങ്ങി വീണ്ടും സ്വപ്നം കണ്ട് ഞെട്ടി എണീറ്റ് കാണും അല്ലേ? ചെറുതായിട്ട്. അതെ, പടവലത്തുനിന്ന് അപ്പം വിളിച്ചുണ്ടായി. എന്നിട്ട് അവിടെ കനകാന്റി അമ്മൂമ്മേനെ കൊല. മടൻ ചെറുക്ക, കനകാന്റി അമ്മൂമ്മേനെ അവിടെ വാഴക്കൊല വെട്ടാൻ സഹായിച്ചു. അത് പറയാൻ വന്നതാ. പറ്റി വാഴക്കൊല. ആ, പിന്നെ നിങ്ങൾ എന്താ വിചാരിച്ചേ? അപ്പൊ നടന്നില്ലേ? ഇപ്പൊ ഒന്നും നടന്നില്ല. എന്തെങ്കിലും നടക്കണായിരുന്നോ? വലിക്കില്ലേ? ഇല്ല, ഇരിക്കല്ലേ. ചുമ്മാ വെറുതെ ടെൻഷൻ അടിച്ച്. അതെ, നിങ്ങൾ ഇപ്പൊ എന്താ സ്വപ്നം കണ്ടേ? തെളിയിച്ച് ആരെങ്കിലും ഒരാൾ പറ. ഇവനെ കൊല്ലാൻ വന്നു. എവളും എന്നെ കൊല്ലാൻ വന്നു. ശിവനാണ് ആദ്യം വന്നത്. നീ വലിക്കൂലല്ല, പിന്നെ വിഷയമുള്ള കേസല്ലേ. അല്ല, അത് പറയാൻ പറ്റില്ല. നിങ്ങളിപ്പോ രണ്ട് സ്വപ്നം ഒരേപോലത്തെ കണ്ടില്ലേ? ഏതെങ്കിലും ഒരു സ്വപ്നം ഭരിക്കാൻ ചാൻസ് ഉണ്ട്. അത് മിക്കവാറും ഇതാവാനാണ് സാധ്യത. അതുകൊണ്ട് നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഉണ്ടമ്മ.